ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വയനാട് വൈത്തിരിയിലുള്ള ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു 3 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല കേട്ടോ. 3 ബെഡ്റൂം പ്രൈവറ്റ് പൂൾ വില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോലെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോയാലോ. അതായത് ഈ പ്രോപ്പർട്ടി നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് വൈത്തിരിയിലാട്ടോ. നമ്മളിപ്പോൾ നേരെ അവിടെ മേഘം മറഞ്ഞിരിക്കുന്നത് ചെമ്പ്രമലയാണ്. ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെമ്പ്ര വ്യൂ ആണ്. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് കേട്ടോ. കാണിച്ചു തരാമേ. നമ്മുടെ എൻട്രൻസ് ഇങ്ങനെ വരും, ഇങ്ങനെ കയറി ഇതാണ് നമ്മുടെ വില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ല, ഭയങ്കര ഒരു നമ്മൾ പണ്ട് കാലത്ത് കാണുന്ന ബംഗ്ലാവ് സ്റ്റൈലിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. വെട്ടുകല്ലൊക്കെ കൊത്തിയെടുത്ത് പേസ്റ്റ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തേക്കുന്നുണ്ടോ. ഇവിടെ ഒരു വലിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു ആർച്ചല്ല, ഒരു കൂട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര ചെറിയൊരു ഹോളാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചെറിയ ഹോള് ഇത് കണ്ടോ. ഒരു 10 പേർക്ക് നമുക്ക് ഇവിടെ എക്സ്ട്രാ ഇവിടെ ഇട്ടാൽ കിടക്കാം. പിന്നെ ഇവിടെ ഒരു TV വരുന്നുണ്ട്. ഈ TVയുടെയൊക്കെ ബാക്കത്തി വർക്കുള്ള കേട്ടോ. ഇത് പുതിയ ടൈപ്പ് പാനലിംഗ് ആണ്. കണ്ടാൽ വുഡാൻ തോന്നുന്നു, പക്ഷേ വുഡല്ല, പക്ഷേ വുഡൻ ഫിനിഷ് കിട്ടും. പിന്നെ ഇവിടെ ഒരു കിച്ചൺ ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഇൻഡക്ഷനും കെറ്റിലും മാത്രമേ ഉണ്ടാവുള്ളൂ. മൊത്തം ഈ വില്ലയിൽ 2 റൂമാണ്. റൂമെന്ന് പറഞ്ഞാൽ പോരാ, അത്ര വലിപ്പമുണ്ട് ഈ റൂം. ഇത് കണ്ടോ, ഈ റൂമിൻ്റെ സൈസ് നോക്കി. ഇവിടെ ഒരു നമ്മൾ പണ്ടത്തെ വീട്ടിൽ കാണുന്ന പോലത്തെ ഒരു നല്ലൊരു മിററുണ്ട്. ഇവിടെ ഒരു വലിയൊരു അലമാരയുണ്ട്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ബെഡ് കണ്ടില്ലേ, കിങ് സൈസാണ്. ഹെഡ് ബോർഡ് വരുന്നുണ്ട്, അത്യാവശ്യം പുഷ് ബാക്ക് പോലെ ഹെഡ് ബോർഡ് വരും. നല്ലൊരു ബെഡാട്ടോ. 3 പേർക്ക് സുഖമായിട്ട് ബെഡിൽ കിടക്കാം. ഇനിയിപ്പോൾ 1, 2, 3 എക്സ്ട്രാ ആയിട്ട് റൂമിലിട്ടുണ്ടെങ്കിൽ ഇടാം. പിന്നെ ഈ റൂമിന് കോമൺ ബാത്റൂമാണ് വരുന്നത്. പക്ഷേ ഞാൻ ബാത്റൂം കാണിച്ചു തരാം. സൈസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിടിലമാണ്. ഇവിടെ അടിപൊളി ഒരു വാഷ് ബേസിൻ വരുന്നുണ്ട്. നല്ലൊരു വുഡൻ ഫിനിഷിൻ്റെ മിറർ. ഇവിടെ അത്യാവശ്യം നല്ലൊരു വലിയ ഷവർ ക്യൂബിക്ക് ഇവിടെ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറയണല്ലോ, നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന്. ഈവൻ ചപ്പൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റൂം. ഇതും ഒട്ടും ചെറുതല്ല, കിങ് സൈസ് ബെഡല്ല, ക്വീൻ സൈസ് ആണ്. പക്ഷേ റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഇത് കണ്ടില്ലേ. ഇവിടെയും സെയിം ഒരു വലിയ കബോർഡ് വരുന്നുണ്ട്. ആക്ച്വലി ഇത്ര വലിയ കബോർഡിൻ്റെ ആവശ്യമില്ല, പക്ഷേ അതൊക്കെ നല്ല വലുപ്പത്തിൽ ചെയ്തിരുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സിംഗിൾ ഫോട്ടോ ഫ്രെയിം നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഈ റൂമിൻ്റെ ബാത്റൂം കൂടി ഞാൻ കാണിച്ചു തരാം. എല്ലാ ബാത്റൂമിലും ചപ്പലും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിൻ. ബാത്റൂം അടിപൊളി കേട്ടോ, നല്ല വൃത്തിയിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും ഈ പ്രോപ്പർട്ടിയിൽ ഫുൾ വർക്ക് കഴിഞ്ഞ് റെഡി ഉണ്ടോ. ജസ്റ്റ് 1 മന്തായിട്ടുള്ള പ്രോപ്പർട്ടി ഓപ്പൺ ആയിട്ട്. ഇതിൻ്റെ ചുറ്റുവട്ടത്തെ വ്യൂ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ ഈ ചെടികളൊക്കെ വെച്ചേക്കുന്നതാണെങ്കിലും നോക്കിയേ, നല്ല രസമല്ലേ. അവിടെയാണ് നമ്മുടെ പൂൾ ഏരിയ വരുന്നത് കേട്ടോ. ദിസ് ഈസ് അവർ പൂൾ, സ്വിമ്മിങ് പൂൾ. നല്ല അടിപൊളി ക്യൂട്ട് പൂളാണ്, നല്ല ഭംഗിയായിട്ടില്ലേ. ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റ് അല്ല, ഒരു ഓവർഫ്ലോ ഇങ്ങനെ വരും. അല്ല, അവിടെ ഇരിക്കാനുള്ള ടേബിളും കാര്യങ്ങളുണ്ട്. നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല വൃത്തിയുള്ള പൂള്. ഇതാ പൂളിൽ കിഡ്സിനുള്ള ഏരിയ വേറെ വരുന്നുണ്ട്. കണ്ടോ, നല്ല ക്യൂട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്, വെൽ പ്ലാൻഡ് ആയിട്ട്. ഇനിയിപ്പോൾ ഈ ചെടികളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സൈഡൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇത് നമുക്ക് പൂളിൻ്റെ ടോപ്പിലായിട്ട് വരുന്നൊരു കപ്പിൾ റൂം ആട്ടോ. ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ബാത്റൂം വരുന്നുണ്ട് കണ്ടോ, അടിപൊളി ബാത്റൂമാണ്. ഇവിടെ ഒരു കവേർഡ് വരുന്നുണ്ട്. ഇവിടെ കിങ് സൈസ് ബെഡ് കേട്ടോ.
ഈ റൂമിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ബാൽക്കണിയാണ്. ഓക്കെ, രാവിലെ ഒരു മോർണിംഗ് കോഫിയൊക്കെ കുടിക്കാനായിട്ട് വീടിൻ്റെ ആംബിയൻസ് ആണ് അല്ലേ. ഇതാണ് നമ്മുടെ വില്ലയുടെ വ്യൂ. നേരെ ഫ്രണ്ടിൽ കാണുന്ന ഫോറസ്റ്റാണ്. ഓക്കെ, താഴെ നോക്കിയേ, സ്കൂള്, നമ്മുടെ വില്ല വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. ശരിക്കും ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഒരു 3 കപ്പിൾസായിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10-15 പേര് ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. 15 പേർക്ക് ഈസി ആയിട്ട് സ്റ്റേ ചെയ്യാം. ഉള്ള സ്പേസ് ഒരു ഇഞ്ച് വിടാണ്ട് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പൂളിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നേരെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ ഈ നേരെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു ഏരിയ കാണിച്ചില്ല കേട്ടോ. ഇത് ഇവരുടെ ഒരു ഡൈനിങ് ഏരിയ കം ഒരു ബാർബിക്യൂ ഏരിയ കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു ചെറിയൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഈ പ്ലാന്റ് മറ്റേ തലാത്തലൂട്ടിയെന്ന് പറയില്ലേ, ഈ പ്ലാന്റ് ചെയ്തേക്കാം. നല്ല ഭംഗിൻ്റെയാണ്, നല്ല തണലൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇവിടെ ഇരിക്കാം. ഇനി ഇവിടെ ഒരു ക്യാരം ബോർഡ് വരും കണ്ടോ. നേരെ താഴെ വുഡൻ കോട്ടേജാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് മൊത്തം ഫോറസ്റ്റും കാര്യങ്ങളാണ് കണ്ടോ. ഇവിടെ ഒരു സിങ്ക്, ഇനി ഇവിടെ ഒരു ബാർബിക്യൂ ഏരിയ വരും. ഇവിടെ നമുക്ക് ഇരിക്കാം. മൊത്തം പ്ലാന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ഭംഗിയായിട്ടില്ലേ. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ. നല്ല ചെമ്പ്രമലയുടെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇരിക്കുക. അല്ലെങ്കിൽ രാവിലെ ഒരു മോർണിംഗ് കോഫിക്കൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ഊഞ്ഞാലാണ് കണ്ടോ. നൈസാട്ടോ. ഉള്ള സ്പേസ് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ആംബിയൻസ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു 15 പേർക്ക് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് സിമ്പിളായിട്ട് സ്റ്റേ ചെയ്യാം. ഫാമിലി ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊരു ഓഫീസ് ട്രിപ്പൊക്കെ വരികയാണെങ്കിലും ഫുൾ കാമായിട്ട്. കാരണം അടുത്തൊക്കെ ഉള്ളതും വീടൊന്നുമില്ല, റിസോർട്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈവസിക്കൊന്നും അങ്ങനെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഏരിയ ഇത് കണ്ടോ. ഇതാണ് ഈ ലോൺ ഏരിയൻ്റെ ഫുള്ള്. കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, പക്ഷേ അതുള്ളത് നമ്മൾ എത്ര മനോഹരമാക്കുക എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ ഇപ്പോൾ ചുമ്മാ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗി ഉണ്ടാവുക അല്ലേ, സത്യമല്ലേ കണ്ടോ. എനിക്ക് ഈ ഒരു ഹട്ട് പോലെ ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ്, ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ഫാമിലീസിനും ഫ്രണ്ട്സിനായിട്ട് വരുമ്പോഴും കപ്പിൾസായിട്ട് വരുമ്പോഴൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. വയനാട്ടിലെ വൈത്തിരി സെൻറ്ററിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. നല്ല ചെമ്പ്രമലേൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് സ്റ്റേ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു പ്രോപ്പർട്ടീൻ്റെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരെയും ബൈ.